Hello everyone, welcome back to the channel. നമ്മൾ ക്ലാസ് 12ന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ x² + y² = a². ഓക്കെ, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ x² + y² = a². ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചാണ് ഒന്നുകിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. ആ രീതിയിലാണ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇന്റഗ്രൽ y/dx എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഇന്റഗ്രൽ x/dy എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റും അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്തേക്കാണ്. എങ്ങനെയുള്ള സർക്കിളാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? ഒറിജിൻ സെന്റർ ആയിട്ട് x² + y² = a² എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ആ സർക്കിൾ എങ്ങനെയായിരിക്കും? ഒറിജിൻ സെന്റർ ആയിട്ട് റേഡിയസ് a ലെങ്ത് വരുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒറിജിൻ 0, 0 മാർക്ക് ചെയ്തു. എ എന്നുള്ള പോയിന്റ്, ക്യാപിറ്റൽ എ എന്നുള്ള പോയിന്റ് a0. കാരണം എന്താണ്? a². നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? x² + y² = r² എന്നല്ല പറയാം. r എന്ന് പറഞ്ഞാൽ റേഡിയസ്, അതിന്റെ സ്ക്വയർ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരിക. അപ്പൊ ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? a ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ഒറിജിൻ 0, 0. ഇത് പോയിന്റ്, സർക്കിളിൽ ഒരു പോയിന്റ്, എക്സ് ആക്സിസ് ആയിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്നുള്ളത് a0. ഇവിടെ ബി എന്നുള്ള പോയിന്റ് 0a ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. അതായത് ഈ ബ്ലൂ ഷെയ്ഡഡ് പോർഷൻ മൊത്തമാണ് നമുക്ക് ഏരിയ കാണേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോർഷൻ മാത്രം ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ ബാക്കിയുള്ള 3 പോർഷൻസും ഐഡന്റിക്കൽ ആണ്, അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് 4 ടൈംസ് ഇട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ടോട്ടൽ ഏരിയ ആയി. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഇന്റഗ്രേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. അതായത് ആ പോർഷനിലെ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? x² + y² = a². ഈ കർവ് എന്താ? x² + y² = a² എന്ന് പറഞ്ഞ സർക്കിളിന്റെ കർവാണ് ഈ കർവ്. അതിൽ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ = ഇന്റഗ്രൽ, വെർട്ടിക്കൽ സ്ട്രിപ്പ് ആകുമ്പോൾ ഇവിടെ ഈ ലെങ്ത് എന്നാണ് dx അല്ലെ. സോ ഇന്റഗ്രൽ y/dx ആണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇവിടെ dx എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇന്റഗ്രൽ ലിമിറ്റ് ഏതാണ്? എക്സിന്റെ ലിമിറ്റ് ആണ് ഇന്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സ് 0ൽ നിന്ന് a വരെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. 0ൽ നിന്ന് a വരെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇന്റഗ്രൽ 0 to a y/dx എന്നാണ് നമ്മുടെ ഇന്റഗ്രേഷൻ വാല്യൂ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to a. നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മുടെ ജനറൽ ഇക്വേഷൻ, നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് y = എന്നുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. സോ x² + y² = a² എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷൻ. അതിൽ നിന്ന് y = എന്നുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെഴുതാം. സോ x² + y² = a². അതായത് y² = a² - x² എന്ന് എഴുതാം അല്ലെ. x² റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ y = +or - (√) a² - x² എന്ന് എഴുതാം. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ഇവിടെ +or - വരും. പക്ഷെ നമ്മൾ ഇന്റഗ്രേഷൻ വാല്യൂ കാണുമ്പോൾ നമ്മൾ പ്ലസ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. സോ അവിടെ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. സോ √(a² - x² dx എന്ന് വരും. ഓക്കെ, ദെൻ ഇന്റഗ്രൽ 0 to a √(a² - x² dx എന്നാണ് നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ വരിക. നിങ്ങളിത് ഇന്റഗ്രേഷന്റെ റിസൾട്ട് പഠിച്ചതാണ്. ഇന്റഗ്രൽ √(a² - x² ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്തായിരുന്നു ഇന്റഗ്രൽ √(a² - x² dx? എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഇന്റഗ്രൽ √(a² - x² എന്നുള്ളത്? x/2 × √(a² - x² plus a²/2 × sin inverse of x/a. ഇതായിരുന്നു നമ്മൾ പഠിച്ച റിസൾട്ട് അല്ലേ. ഇതായിരുന്നു നമ്മൾ പഠിച്ച റിസൾട്ട്. ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യും. സോ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇന്റഗ്രൽ വാല്യൂ എന്നിട്ട് കൊടുക്കുക. √(a² - x² തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും, ഇത് തന്നെയാണ്. സോ x/2 × അത് തന്നെ എഴുതും. x/2 × √(a² - x² plus a²/2 × sin inverse of x/a. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് a, ലോവർ ലിമിറ്റ് 0. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി എക്സിന്റെ പ്ലേസിൽ നമ്മൾ a കൊടുക്കുക, ദെൻ മൈനസ് എക്സിന്റെ പ്ലേസിൽ വീണ്ടും 0 കൊടുക്കുക. സോ ഫസ്റ്റ് കേസിൽ എക്സിന്റെ പ്ലേസിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
നമ്മുടെ വാല്യൂ എങ്ങനെ കിട്ടും? a/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് a² എന്ന് വരും. ദെൻ പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് a/a എന്ന് വരും. ഓക്കെ, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇടണം, ശ്രദ്ധിക്കണം. ദെൻ എക്സിന്റെ പ്ലേസിൽ 0 കൊടുത്താൽ ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി. സെക്കൻഡ് ടൈമിൽ ഇങ്ങനെ വരും a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0/a വരും, അതായത് 0. ഓക്കെ, ദെൻ വാല്യൂ ഫസ്റ്റ് കേസ് എടുക്കാം. a/2 ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് a². റൂട്ടിനകത്ത് a² മൈനസ് a² വരും, അതായത് റൂട്ട് 0 വരും, 0 വരും. സോ ഫസ്റ്റ് ടൈം 0 ആയി. രണ്ടാമത് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് a/a എന്നാണ് വന്നിരിക്കുന്നത്. a/aയുടെ വാല്യൂ 1, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1, സൈൻ എപ്പോഴാണ് 1 എന്നുള്ള വാല്യൂ കിട്ടുക? ഏത് ആംഗിളിനാണ് 1 എന്നുള്ള വാല്യൂ കിട്ടുക? സൈൻ 90 ആണ് 1 അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് π/2 മാത്രം എടുത്താൽ മതി. അപ്പോൾ a²/2 ഇൻറ്റു π/2. ഓക്കെ, a²/2 ഇൻറ്റു π/2. ദെൻ മൈനസ് ഇവിടെ 0 ഉണ്ട്, പിന്നെ a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈൻ എപ്പോഴാണ് 0 എന്നുള്ള വാല്യൂ വരും? ഏത് ആംഗിളിലാണ് സൈൻ 0 എന്നുള്ള വാല്യൂ വരും? സൈൻ 0 ആണ് 0 അല്ലേ? സോ ഇവിടെ 0 പ്ലസ് a²/2 ഇൻറ്റു 0 എന്ന് വരും, ദറ്റ് ഈസ് 0. സോ ദ ടോട്ടൽ വാല്യൂ വിൽ ബി a² π/4 എന്ന് വരും. ഓക്കെ, a² π/4 അല്ലെങ്കിൽ πa²/4 എന്ന് വരും. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഏരിയ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ ആണ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രമാണ് ഇപ്പോൾ കണ്ടുപിടിച്ച πa²/4 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താ? ടോട്ടൽ സർക്കിളിന്റെ ഏരിയ വേണം. അപ്പോൾ 4 ക്വാഡ്രന്റിലായിട്ടാണ് സർക്കിൾ വന്നിരിക്കുന്നത്. ഓരോ ക്വാഡ്രന്റിലും അതെന്തായിരുന്നു? സിമെട്രിക്കലാണ്. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? സിമെട്രിക് ആണ്. സോ സിമെട്രിക് ആയതുകൊണ്ട് ഇവിടെ ഇത്രയും πa²/4 ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ റിക്വയർഡ് ഏരിയ വിൽ ബി, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ വിൽ ബി, so the total area equal to 4 times πa²/4. that is 4 cancel ചെയ്ത് കളയാം. that is πa². πa² യൂണിറ്റ്സ് ആണ്, സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും ആൻസർ വരിക. πa² സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ടോട്ടൽ ഏരിയ വിൽ ബി 4 ടൈംസ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഓരോ ക്വാഡ്രന്റിലും ആ സർക്കിളിന്റെ പോർഷൻ എന്ന് എങ്ങനെയാണ്? സിമെട്രിക്കൽ ആണ്. സോ ആൻസർ വിൽ ബി πa². ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് വരുന്നു. അപ്പോൾ അതും നിങ്ങൾ കാണുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.